ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയിട്ടൊന്ന് ആഘോഷിച്ചിട്ട് വരാൻ നേരത്തിട്ട്. അപ്പോൾ നല്ല കാലാവസ്ഥ അല്ല, നല്ല തണുപ്പൊക്കെ അല്ലേ. നമ്മളെ നാട്ടിലൊക്കെ പെരുംജാതി ചൂടല്ലേ, അവിടെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ടൊന്ന് വരാനൊക്കെ കരുതി പോവാട്ടോ. അപ്പോൾ പോകാൻ വേണ്ടി രാവിലെ 4 മണിക്ക് നീച്ച് കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് തിരക്കാട്ടോ. ലാലുവിൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ് ലാലു താഴത്തേക്ക് ഇറങ്ങി പോയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് എത്ര ഒരുങ്ങിയാലും കൊണ്ട് കഴിയൂലല്ലോ. അതെന്തായാലും എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് തട്ടിൻ്റെ പുതിയ ചെരുപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ള നമ്മൾ പറയട്ടെ, ആ രസം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലെ പെരയിൽ കാൽച്ചായൊക്കെ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ കേട്ടോ, കടിയൊന്നും തിന്നുന്നില്ല. അപ്പോൾ ലാലു ഓരോ വർത്താനം ഇങ്ങനെ പറയുന്നിട്ട് എൻ്റെ വട്ടം മാറ്റലോട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാലുവിൻ്റെ വേഗം കഴിഞ്ഞിരുന്നു. അവർക്ക് പിന്നെ ഒരു പാൻറ്റും ഷർട്ടും എല്ലാം ഇടാൻ ഉണ്ടാവുള്ളൂ. നമ്മൾ പിന്നെ ഓല മാതിരിയല്ലല്ലോ. അപ്പോൾ ലാലു അതിന് ഓരോന്നിങ്ങനെ പറയുന്നിട്ട് എൻ്റെ മാറ്റലായിട്ട്. പിന്നെ ഞങ്ങൾ ഈ പറയുന്നത് എന്താണെന്നല്ലേ, ഇത് ബാക്ക്ഗ്രൗണ്ടിലത്തെ സൗണ്ട് കാരണം ഞങ്ങൾ പറയണതൊന്നും മനസ്സിലാവാനായിട്ട് ഞാൻ സൗണ്ട് ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾ ഊട്ടിയിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് വരാമെന്നിട്ടാ പറയുന്നത്. പിന്നെ കോട്ടക്കൊക്കെ എത്തിയപ്പോൾ ഒന്ന് വെളിച്ചം വെച്ച് തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ നിലമ്പൂർ എത്തിയപ്പോൾ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നല്ലൊരു പുഴേൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല രസമായിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ പുഴ. രാവിലെയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു പ്രത്യേക രസമാണല്ലോ അങ്ങനെ കേട്ടോ. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു കിളീനെ ഉണ്ടാക്കി വെച്ചിരിക്കണം, നമ്മളെ പ്ലാസ്റ്റിക് കുപ്പിയായിട്ട്. നമ്മളെ കൊക്കിൻ്റെ ഒട്ടൊക്കെ പക്ഷിൻ്റെ ഒക്കെ മാതിരിയുള്ള ഒരു സംഭവം കേട്ടോ. ഇന്നങ്ങാട്ടി വലിപ്പമുണ്ട് കേട്ടോ ആ കിളിക്കും. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ കഴിവല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഉണ്ടാക്കിയവരെന്തായാലും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ഓരോരു കഴിവ് തന്നെയാണല്ലോ അത്. കുപ്പികൾ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിക്കാട്ടോ. പിന്നെ ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ ഒരു തട്ടുകടയിൽ കയറിയിട്ട് പൊറാട്ടയും പിന്നെ നല്ല ചൂടുള്ള ബീഫ് വരട്ടിയതൊക്കെ തിന്നിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ബീഫ് വരട്ടിയതും പൊറാട്ടയും. പക്ഷെ പൊറാട്ട അങ്ങനെ ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ ഞാൻ. ലാലിനും ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് പൊറാട്ടനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ എന്തായാലും ബീഫൊക്കെ കണ്ടപ്പം അങ്ങനെ തിന്നിട്ടാ. ബീഫ് ഒന്നും പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മുരി ഇങ്ങനെ എന്താണെന്ന് പറയുക, നല്ല കുറുക്കിയെടുക്കുമല്ലോ, നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ല വരട്ടിയെടുത്ത ബീഫാട്ടോ. പിന്നെ അങ്ങനെ നിലമ്പൂർ എത്തിയിട്ടോ. ഈ നിലമ്പൂർ രാവിലത്തെ കാഴ്ച വേറൊരു രസമാട്ടോ. സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുമ്പോൾ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ ഒക്കെ അങ്ങനെ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ നിലമ്പൂർ ഇവിടെ വരാൻ. എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളെ കാടേരിയ മാതിരിയല്ല, വലിയ ചൂടും ഉണ്ടാവില്ല, കാണാനും നല്ല രസമായിക്കാരം അങ്ങനെ കേട്ടോ. പിന്നെ ഒന്നിങ്ങനെ വെളിച്ചൊക്കെ വെച്ച് കുറച്ചൊക്കെ ടൈം ഒരു 10 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ അവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ രാവിലെ ആയ കാരണം അവിടെ കച്ചവടമൊന്നും ഇല്ല കേട്ടോ. പിന്നെ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയിട്ടത് ഒക്കെ നല്ല ഇഷ്ടമായിട്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ രാവിലെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ, സൂര്യ ഉദിച്ച് വരുന്ന ടൈമിൽ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ. നിലമ്പൂർ പിന്നെ ഫുള്ള് കാടേരിയാണല്ലോ. അങ്ങനെ എന്തായാലും പിന്നെ ചുരം കയറിയിട്ടാ. ചുരം കയറിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ആ സൂര്യ ഉദിച്ച് വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് മലയാളമൊക്കെ കാണുമ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊണ്ട് തിരൂർക്ക് വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ മല കുന്നതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിട്ട് എനിക്ക്. മറ്റേതൊരു വില ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ വരുന്ന മേലെ കയറിന്നാൽ തന്നെ മലയും കാര്യങ്ങളൊക്കെ കാണാൻ. ഇവിടെ തിരൂർ വന്നാൽ അങ്ങനെ മലയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫുള്ള് കടൽ അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനത്തെ പച്ചപ്പ് കാണാപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ചുരത്തപ്പോൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. കുരങ്ങന്മാരൊക്കെ ഓരോ വണ്ടികളെ മേലേക്ക് ചാടിയിട്ടും ഒക്കെ ആയിട്ട് ഒരു നല്ല രസമല്ല. ഈ കുരങ്ങന്മാർ കുട്ടി ഇപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണ നല്ല ഒരു ഫാമിലി ആയിട്ട് ഇരിക്കണ കാണാൻ ഒരു പ്രത്യേക രസമല്ല. പിന്നെ ഈ ചുരത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ മുളക്കൂട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല രസമായിട്ട് ഒരു എന്താ പറയുക, ഒരു വേറൊരു ഫീൽ കേട്ടോ. ഈ ചുരം കയറി പോകുമ്പോൾ പകുതി ചുരം കയറിയാൽ ഇതുപോലെ ഒരു മക്കാമുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ട് സിയാറത്ത് വന്നാൽ തോന്നുന്നുണ്ട്. അതിന് പിന്നെ ഈ ചുരത്തുമ്പോൾ തന്നെ വലിയ വലിയ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ എന്തായാലും നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ടാ. പിന്നെ എന്തായാലും ചുരമൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ തേയിലത്തോട്ടം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതെന്ന് പറയുക, വല്ലാത്തൊരു സന്തോഷമാണല്ലോ. ഞാൻ അധികം പോയിക്കണം വയനാട്ട് കേട്ടോ, 3-4 വട്ടം വയനാട്ട് കേൾക്കണം. പക്ഷേ ഊട്ടി, മൈസൂർ, മൂന്നാർ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാട്ടോ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ലാലിങ്ങനെ കാണിച്ചു തരുന്നിട്ട് എനിക്ക് ഇവിടെ നോക്കിയിട്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷകളൊക്കെ നല്ല രസമല്ലേ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെ കാണാമെന്നല്ലാതെ അങ്ങനെ നമ്മളവിടെ ഒന്നും ഇങ്ങനത്തെ ഓട്ടോറിക്ഷകളല്ലല്ലോ. പിന്നെ ഈ പോണ വഴിക്കൊക്കെ കുഞ്ഞി പെരാളും നല്ല സ്വഭാവമുള്ള ആൾക്കാരുമാണ് കേട്ടോ അവിടെ ഉള്ളവരൊക്കെ. നമ്മൾ വഴി ചോദിച്ചുമ്പോഴും ഒക്കെ നല്ല കമ്പനി ഇട്ടിട്ടാണ്. പിന്നെ ഈ പെരാളൊക്കെ നോക്കി കുഞ്ഞി പെരാൾ. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പെരാൾ കാണാനില്ല. അപ്പോൾ പൊതുവേ നമ്മളെ നാട്ടിൽ ഓടും പെരാൾ കാണൽ കുറവാണ്. പിന്നെ നമ്മൾ പോണ വഴിക്കൊക്കെ അങ്ങനത്തെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. പല പെയിൻ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ ചുരം കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയ അമ്പലങ്ങളായിട്ട് ചെറിയ അമ്പലങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓരോ വിശ്വാസമല്ല ഓരോ നാട്ടിലും. അതെന്തായാലും സംഭവം കാണാൻ രസമുണ്ട് കേട്ടോ.
ഇങ്ങനെ ചുരമൊക്കെ കയറി കഴിയുമ്പോൾ ഇങ്ങനെ മലകളും പിന്നെ തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ നല്ല രസമാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു മീഡിയം സൈസ് തണുപ്പ് എന്നിട്ട് അവിടെയൊക്കെ എത്തിയപ്പോൾ വലിയ തണുപ്പോട്ട് അങ്ങനെ തോന്നിയിരുന്നില്ല. കാരണം നമ്മളെ നാടിനൊക്കെ സംബന്ധിച്ച് കുറേ മെച്ചാട്ടാ. നമ്മുടെ നാട്ടിലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഒരു 9 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ആകെ വേർത്ത് കുടിച്ചു. ഇതൊക്കെ അമ്പലങ്ങളാട്ടാ. പിന്നെ കുഞ്ഞി അമ്പലങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ ആൾക്കാരും കുറവാണ്. പക്ഷെ നമ്മൾ ഈ പോണവരും വരുന്നവരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പെരാളൊന്നും വല്ലാതെ കാണാനില്ല കേട്ടോ ഈ ഭാഗത്തേക്കൊന്നും. ഉള്ളേരിക്ക് ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും പോണ വഴികളൊക്കെ നല്ല അടിപൊളിയാട്ടോ. അപ്പം ഞങ്ങൾ ബസ്സിനെ കൊണ്ട് വഴിയൊന്നും പോയിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിലോ അങ്ങനെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് കൊണ്ട് പോരാനും തോന്നില്ല കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലാലുവിനോട് പറയുന്നത് വെല്ല പോയി എന്നിട്ട് ഒരു പ്രത്യേക രസമാണല്ലോ അങ്ങനെ നമ്മൾ നിറച്ച് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ വലിയ മരങ്ങളൊക്കെ ആകുമ്പോൾ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഊട്ടിയിലെത്തിയാൽ ഇങ്ങനത്തെ ഈ ഒരു മരത്തിൻ്റെയും ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ട. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നിന്നിട്ടാണ്. പിന്നെ അവിടെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ, ആ ഒരു വളവിൽ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് അവിടെ ഇറങ്ങണ്ടേ. എന്താ സംഭവം എന്നൊന്നും പുറത്തേക്കൊന്നും കാണാനില്ല കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ കണ്ട് വ്യൂ പോയിൻ്റ് ആണെന്ന് കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി പോയി നോക്കിട്ടോ. അവിടെ ഒന്ന് 20 റുപ്യ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ ടിക്കറ്റിന്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എത്ര ടൈം നിൽക്കുക, ആരും ശല്യം ഇല്ലാതെ നമ്മൾ കപ്പിളായിട്ടൊക്കെ പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫാമിലി ആയിട്ടും കപ്പിളായിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ ചെക്കന്മാരൊക്കെ ആയിട്ടും. പിന്നെ എന്താ വെച്ചാൽ കുറേ ഉണ്ട് നടക്കണം. പകുതി വലിയ കടയിൽ മുന്നിൽ വണ്ടി പോയതാണ്. പക്ഷെ പകുതി എത്തിയപ്പോഴത്തിന് ചടച്ചിട്ടോ, കയറ്റം മാതിരിയാണ്. കുറേ ഉണ്ട് കയറണം. പിന്നെ അങ്ങനെ പരന്ന സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടതിൻ്റെ മേലൊക്കെ കയറിയാൽ അവിടുത്തെ കാഴ്ചകളൊന്നും ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കാഴ്ചകളായിട്ടോ. 20 റുപ്യ കൊടുത്താൽ എത്രയോ മെച്ചാട്ടോ നമുക്ക്. കാരണം കുറേ കുന്നും മലയാളമൊക്കെ ആയിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് ഈ മേലെ നിന്നിട്ട് തന്നെ കാണട്ടോ. പിന്നെ ലാലു എടുക്കണം ഈ പായിന്ന് വെച്ചാൽ ലാലു ഫോണിലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ലാലു അങ്ങനെ മുന്നിൽ പോയതേനു. അങ്ങനെ പിന്നെ ഞാനും ഇങ്ങനെ ലാലു പോയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് പോയിരുന്നിട്ട്. അപ്പോഴേക്ക് ലാലുവിൻ്റെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ലാലു ഫോൺ വിളിച്ചിട്ട് നേരം കൊണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കിയിട്ട്. എനിക്കവിടെ പിന്നെ നടക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചുകൊണ്ട് കയറിയപ്പോൾ ഒക്കെ ചടച്ചിട്ട് പെരും ജാതി വെയിലും. പിന്നെ പക്ഷെ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. പിന്നെ ഞാൻ മുന്നിൽ വണ്ടിയിട്ടല്ല ലാലുവിനോട് ഇറങ്ങൾ വീഡിയോ എടുക്കില്ല, മുന്നിൽ പോകാറിട്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ കുറച്ചുകൊണ്ട് എത്തിയപ്പോഴത്തേനും അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ കയറി ക്ഷീണമൊക്കെ കുറേയൊക്കെ പോയിട്ടാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ചെറുതായിട്ട് മലയും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ ഇവിടെ പിന്നെ കുറേ നടക്കാണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് പകുതി എത്തിയപ്പോഴത്തേനും എന്നാൽ ലാലുവിനോട് നമുക്ക് തിരിച്ച് പോകാൻ മതി, 20 റുപ്യൊക്കെ കൊടുത്താൽ മുതലായിക്കണ അറിയുന്നിട്ടാ. പക്ഷെ മേലൊക്കെ എത്തിയപ്പോൾ ആ വന്ന ക്ഷീണമൊക്കെ എടുക്കാൻ പോയി എന്നറിയില്ല കേട്ടോ. കാരണം കുത്തനെ കയറ്റാണെന്ന് പറഞ്ഞല്ല, കയറ്റുകൊണ്ട് പരന്ന സ്ഥലങ്ങളും അങ്ങനെ ആയിട്ടാണല്ലോ. അപ്പോൾ നല്ല കിതപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാലുവിനോട് മതി പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ മേലൊക്കെ എത്തിയപ്പോൾ പിന്നെ പോകാനും തോന്നില്ല. പിന്നെ അവിടെ ഒരു വലിയ പാറക്കെട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേലൊക്കെ കയറി ഇരുന്നിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എന്തോ രസമല്ല ഇതിന് മേലെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാലുവിനോട് അറിയുന്നത് അതിമെന്ന് ഇറങ്ങി കാലൊന്ന് തെറ്റിയാലും നമ്മൾ പിന്നെ താഴെ കിടക്കുമ്പോൾ പൊടി പോലും കിട്ടൂല കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമാട്ടോ അങ്ങനത്തെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാനും അവിടെ ഇങ്ങനെ കൊത്തിയൊളിച്ച് കയറിയിട്ട് ഇരിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ ലാലിനെ ഇങ്ങനെ ചീത്ത അറിയുന്നത് അയിമെന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അയിമെന്ന് എന്താ പറഞ്ഞിട്ട് ഇറങ്ങല്ല കേട്ടാ. എനിക്കിങ്ങനെ അങ്ങനത്തിനോടൊക്കെ വലിയ താല്പര്യം കേട്ടോ. അപ്പം ഞാൻ ലാലിനോട് എങ്ങനെയുണ്ട് ഈ സ്ഥലം എന്നൊക്കെ ചോദിച്ചപ്പോൾ ലാലു പറയാം അടിപൊളി നല്ല കാലാവസ്ഥ, എല്ലാവരും വരി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്ന ടൈമിൽ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടാ. ആരും ഇല്ല, നല്ല തണുത്ത കാറ്റും നല്ലൊരു ഇതിട്ടാ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ഷീണം മാറ്റാൻ ഇരിക്കട്ടെ, ചെറിയൊരു ഒരു പെര മാതിരി ഒരു സംഭവം കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ മനല്ല മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നിട്ടാ. പിന്നെ ലാലു നല്ല ഫ്രഷ് ചായ, ഞാൻ ലൈം വാട്ടർ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.